വെൽക്കം ബാക്ക് ടു എറ്റർ ബ്ലോഗ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:45 8 മണിയായി വരുന്നുണ്ട്. നമ്മളപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് അതിലേക്കാണ് പോകുന്നത്. ഇന്ന് സൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വേറെ ഫോട്ടോയില്ല, നമ്മൾ പ്ലാൻ ചെയ്ത പാഞ്ചാലിമേട് പരുന്തുംപാറ ട്രിപ്പ് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പാഞ്ചാലിമേട് പരുന്തുംപാറ, അങ്ങനെ മുണ്ടക്കയും കുട്ടിക്കാനം, അതുപോലെ അവിടുത്തെ കുറച്ച് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെ വേറെ എന്തെങ്കിലും സ്ഥലമുണ്ട് അതൊക്കെ കൂടെ കാണാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് 6 മണിക്ക് ഇറങ്ങാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ വെച്ചിരുന്ന അലാറം വൈകുന്നേരം 6 മണിക്കാണ് സെറ്റാക്കിയിരുന്നത്. പിന്നെ എണീറ്റപ്പോൾ 7:45, പിന്നെ ആ ഒരു സമയത്ത് തന്നെ എണീറ്റ് 1:30 പോകുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 78-80 കിലോമീറ്റർ പറ്റയാണ് നമ്മുടെ പരുന്തുംപാറ, അതായത് പാഞ്ചാലിമേടിന് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാഞ്ചാലിമേടിനാണ് പോകുന്നത്. അവിടുന്ന് നേരെ പരുന്തുംപാറ, ആ ഒരു മുണ്ടക്കയം റൂട്ട്, നമ്മൾ ചെല്ലുന്ന മുണ്ടക്കയത്തിൽ നിന്ന് നേരെ കുട്ടിക്കാനം, ആ റൂട്ടിൽ നിന്ന് പാഞ്ചാലിമേട് ചെല്ലും. പാഞ്ചാലിമേട് നിന്ന് പരുന്തുംപാറ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, ആ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് അങ്ങനെ കണ്ടങ്ങ് പോകാമെന്നുള്ള പ്ലാനാണ്. സോ അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഭരണങ്ങാനം കഴിഞ്ഞ് ഭരണങ്ങാനത്തിൽ നിന്ന് കയറി നമ്മളിപ്പോൾ ഈ എരുമേലി റൂട്ട് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ആ കട്ടിങ് കഴിഞ്ഞാലാണ് നമ്മുടെ പാഞ്ചാലിമേടിലേക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ പറ്റ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയമായതുകൊണ്ടും ഈ ഒരു വ്യൂ കണ്ടുകൊണ്ടും ഞാനൊന്ന് വ്യൂ എടുത്താണ്. നല്ല രസമുണ്ട് കാണാൻ. ആ വെയിലടിച്ച് നടുക്കുള്ള റബ്ബർ തോട്ടം, റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കുള്ള റോഡ്, ആ ഒരു സംഭവം കൊള്ളാം. ആ ഒരു സംഭവം കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു സമയത്ത് കാരണം നല്ല ചെറിയ തോതിലൊരു തണുപ്പൊക്കെ അടിക്കുന്നുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ അതേ മുണ്ടക്കയം റൂട്ടിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയം റൂട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞാൽ മുണ്ടക്കയത്ത് നിന്ന് നേരെ കുട്ടിക്കാനത്ത് നിന്ന് നേരെ പീരുമേട് വഴി അതായത് പാഞ്ചാലിമേടിലേക്ക് നമ്മൾ കയറുന്നതാണ്. ഈ സമയമായത് കൊണ്ടാണോ ഈ ഒരു ടൈം, ഇപ്പം ഏകദേശം 9 മണിയായി വരുന്നുണ്ട്. എന്നാലും ഒരു ചെറിയ തണുപ്പുണ്ട്, അതായത് ചെറിയ തോതിലൊരു തണുപ്പുണ്ട്. അത് കാരണം വെയിലുള്ള പോലെ തോന്നുമെങ്കിലും പക്ഷെ ആ തണുപ്പ് കാരണം അങ്ങനെ അറിയുന്നില്ല. പിന്നെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് റോഡിലൊക്കെ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടും പിന്നെ ആ പാടുള്ള തിരക്ക് ഈ അയ്യപ്പന്മാരുടെ ഞാൻ വന്ന വഴിക്ക് ഫുള്ള് അയ്യപ്പന്മാർ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ മുണ്ടക്കയും പീരുമേടും കഴിഞ്ഞ് പരുന്തുംപാറയ്ക്ക്, അതായത് പരുന്തുംപാറ അല്ല പാഞ്ചാലിമേടിന് കയറുന്ന റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടി ഉണ്ട്, 10-20 കിലോമീറ്റർ പറ്റേ കൂടെ കാണിക്കുന്നുണ്ട്. നമ്മളെന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു റൂട്ട് അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് കാണാൻ. ഒരു റബ്ബർ തോട്ടം അതുണ്ടാവും തോന്നുന്നുണ്ടോ, ആ വ്യൂ കാണാൻ ഒരു രസമുണ്ട്, വേറെ ലെവലൊരു വൈബ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണാം, അതുകൂടെ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഈ റോഡ് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പരുന്തുംപാറയ്ക്ക് അങ്ങോട്ടും കണ്ടാണ് ഇപ്പോൾ വന്ന റോഡിൽ സംഭവം കൊള്ളാട്ടോ. ഈ ഇത് കണ്ടോ, എന്താ സംഭവം, റബ്ബറല്ലേ, റബ്ബർ ഉണങ്ങി നിൽക്കുന്നതാണ്. നൈസ് ലുക്ക്, ഒരു ലെവല് ഇതുണ്ട് കാണാൻ, പൊളി. ഐ മീൻ എന്താ പറയുക, വെറൈറ്റി ഒരു ലുക്ക്. റബ്ബർ ഉണങ്ങി നിൽക്കുന്ന സംഭവം, പക്ഷെ കണ്ട് നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ റോഡൊക്കെ, എൻ്റെ മോനെ വിഷയം. ഞാൻ വെറുതെ ഒന്ന് ചവിട്ടിയ വണ്ടി കൊണ്ട് റോസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ചിട്ടൊന്ന് നിൽക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഇതൊന്നും കണ്ടത്. ഇതിനു മുമ്പ് ഒരു കൈതയാണ് എന്തോത്തിൻ്റെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, തിനയാണ് തോന്നുന്നു, എന്തൊരു സാധനം, അതിൻ്റെ ഒരു തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഇവിടുന്ന് പരുന്തുംപാറയ്ക്ക്, പാഞ്ചാലിമേടിന് 12 കിലോമീറ്റർ 10 കിലോമീറ്റർ പറ്റേ കാണിക്കുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പാഞ്ചാലിമേട്, അത് കഴിഞ്ഞിട്ട് പരുന്തുംപാറ, അത് കഴിഞ്ഞിട്ട് പോണ വഴിക്കാൻ കാണാൻ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസും തോന്നുന്നു, അതും കാണണം. കുറച്ച് പരിപാടിയുണ്ട്. മുണ്ടക്കയത്തും കണ്ടാന്ന് തോന്നുന്നു വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് കറക്റ്റ് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് പോവുകയാണ്. നമുക്കിനി ചെല്ലേണ്ടത് ഈ മുണ്ടക്കയത്തേക്കാണ്. അതായത് മുണ്ടക്കയം കഴിഞ്ഞ് പീരുമേട് റൂട്ടാണ്, കുട്ടിക്കാനം പീരുമേട് റൂട്ടിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. പിന്നെ ഈ ഒരു റൂട്ട് പൊളിയായിട്ട് 2 സൈഡിലും റബ്ബർ തോട്ടമാണ്. പക്ഷേ റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പച്ചയായിട്ടാണ് കാണുന്നത്, ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നത്. ആ ഒരു വ്യൂ കൊള്ളാട്ടോ കാണാൻ. പിന്നെ ചെറിയ രീതിയിൽ ചൂടിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് ഈ റൂട്ട് കണ്ടു, ഇതെനിക്ക് കണ്ടിട്ട് പറ്റുക നമ്മൾ ആ കോട്ടപ്പാറ വ്യൂ പോയിന്റ് പോയപ്പോൾ അവിടെ റോഡ് പണി വന്നപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. അതുപോലത്തെ റോഡ് തന്നെ ഇത്.
ഇനി ഇവിടെ എന്തൊക്കെയാണ് കാണാൻ പറ്റുക എനിക്കറിയില്ല. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. റോഡൊക്കെ ഒരുമാതിരി പൊളിഞ്ഞ് കയറി ഇരിക്കുകയാണ്. ഇത് പീരുമേടയ്ക്ക് പോകുന്ന റോഡാണ്. ഈ പോണ വഴിക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് കോട്ടപ്പാറ പോയപ്പോൾ ഞാനൊന്ന് പേടിച്ചായിരുന്നു. കാര്യം ഒന്നാമതെ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നു, പിന്നെ അപ്പുറം അപ്പുറമൊക്കെ ഇത് താഴ്ചയുള്ള സ്ഥലമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ പോണ വഴിക്ക് ഇനി വല്ലതും വരുമോ എന്നാണ് എൻ്റെ ഒരു പേടി. ഇതെന്തോ പറയുക, ഇത് റോഡ് സൈഡിൽ കൊണ്ട് കണ്ടിട്ടേക്കുന്നത് എന്താ കാണിക്കുന്നത്? കൊള്ളാം, നടുക്ക് വണ്ടിയിട്ടേക്ക് വണ്ടി ഇവിടുന്ന് റോഡ് കഴുകണോ പൊക്കോളാനോ? അത് കൊള്ളാം, നടുക്ക് വണ്ടിയിട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏരിയ കൂടെ പോകാനേ ആടെ കിടക്കുന്നത്. JCB ആയിരുന്നു, JCB. നടുക്ക് വണ്ടിയിട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സപ്പത്തേക്കും നമ്മൾ ഒരു നല്ല റോഡ് കണ്ടു, അങ്ങനെ കയറിയതാണ്. അവന്മാർ എന്നിട്ട് നടുക്ക് വണ്ടിയിട്ടിട്ട് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ വലിയ വണ്ടികൾ വന്നിരുന്നെങ്കിൽ ഇപ്പം എന്ത് ചെയ്തേനെ? ഇതൊക്കെയാണ് നമുക്ക് പറ്റാത്തത്. ഒന്നാമത്തെ റോഡ് പൊളിച്ച് പണിഞ്ഞിട്ടിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയും കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ റോഡൊക്കെ ഇങ്ങനത്തെ ഒരു കുറച്ച് സ്ഥലത്ത് ആൾതാമസം, കുറച്ച് സ്ഥലത്ത് ആളില്ലാത്തൊരു റോഡ്. പിന്നെ ഒന്നാമത് കയറ്റാണ്, വണ്ടി കയറി പതുക്കെ കയറി വരുന്നത്. ഒന്നാമത് ഞാൻ ഈ സ്പീഡ് ഓടിച്ചു വിടുന്നത് ചില സീനൊക്കെ കട്ട് ചെയ്ത് വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വ്ളോഗിന് ലെങ്ത്ത് കൂടുതൽ. ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്ത് പോകാനുള്ളതാണ് വൺ ഡേ ട്രിപ്പും. ഒറ്റ ദിവസം കൊണ്ട് ഇത്ര സ്ഥലം കവർ ചെയ്ത് നമുക്ക് തിരിച്ച് റൂമിൽ എത്തണം എന്നുള്ള പ്ലാനിൽ പോകുന്നൊരു പോക്കാണിത്. അപ്പം നമ്മൾ കുറേ കട്ട് ചെയ്ത് കളയുന്നുണ്ടാവും. അപ്പം അത് വ്ളോഗിൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് മാത്രമാണ്, വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഈ നമ്മൾ പീരുമേട് ജില്ല, പീരുമേട് നേരെ അതായത് പാഞ്ചാലിമേടിലേക്ക് പോകണം. പാഞ്ചാലിമേട് നമ്മൾ വീഡിയോ റീൽസിൽ കണ്ടിട്ടുള്ള പരിചയം വെച്ചാണ് പോകുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് പാഞ്ചാലിമേടും പരുന്തുംപാറ പോകുന്നത്. അവിടെ എന്താണ് സ്ഥിതിഗതികൾ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എന്താ അവസ്ഥയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഇവിടെ ഒരുമാതിരി ഈ മരുഭൂമി പോലെ കിടക്കുന്നു ഈ റോഡൊക്കെ. ഇപ്പം ഈ എത്തത് എൻ്റെ തേങ്ങ കാറുകാരൻ വന്നൊരു വരവ് കണ്ടില്ലേ? ഫോൺ പോലും വിളിച്ചില്ല. ഞാനൊന്ന് പിറച്ചത് കുറച്ച് നേരത്ത്. ഇവിടുത്തേക്ക് ഈ റോഡ് പോലെ കേട്ടോ, ചെറുതായിട്ടൊരു വെയിലുണ്ടെങ്കിൽ ചെറിയ തണുപ്പുമുണ്ട്, ചെറിയ വെയിലുമുണ്ട്. ആ ഒരു രീതിക്കൊരു ഈ രണ്ടും കെട്ടൊരു ക്ലൈമറ്റ്. അതായത് നമുക്ക് പാഞ്ചാലിമേട് എത്തിയിട്ട് ബാക്കി പറയാം. എത്താറായി വരുന്നുണ്ട്. ഈ സമയത്ത് പാഞ്ചാലിമേട് നമ്മൾ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് കൊടുത്തത് മേൽ കയറിയതാണ്. അവിടെയൊക്കെ ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും കട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള സീനും കട്ട് ചെയ്തു. നമ്മൾ പീരുമേട് വഴി വരുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കിട്ടും. കാര്യം ലെങ്ത്ത് കൂടി വരുന്നുണ്ട്. ഇവിടുന്ന് അത് കഴിഞ്ഞ് പരുന്തുംപാറ പോകണം. അപ്പോൾ ഇങ്ങനെയാണ് ടിക്കറ്റ് വരുന്നത്. ഒരാൾക്ക് 25 രൂപ ടിക്കറ്റ് വരുന്നത്. ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയ്ക്ക് എത്ര 30 രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു. അവിടെ ഫ്രണ്ടിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളം നമ്മൾ കുപ്പിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊരു 10 രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു അമ്പലം ഏതാണ്ട് പാട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തോ പണി നടക്കുന്നുണ്ട്. പിന്നെ സിപ്പ് ലൈൻ ഏതാണ്ടാന്ന് തോന്നുന്നത്. എന്താ സിപ്പ് ലൈനും കാര്യങ്ങളും ഉണ്ട്. നമ്മളെന്തായാലും മുന്നോട്ട് നടക്കും. അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതാണ് സിപ്പ് ലൈൻ്റെ തുടക്കമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇരിക്കാൻ വേണ്ടി ഇരിക്കും. പിന്നെ നല്ല വെയിലുണ്ട്. ഇപ്പോൾ 10 മണി ആയി വരുന്നുണ്ട്. അതിൻ്റെ ഒരു വെയിലും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചൂടും ഉണ്ട്, നല്ല രീതിക്ക് ചൂടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അതാണ് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ കട്ട് ചെയ്ത് കളയുന്നത്. അതിൽ ഇവിടെയൊക്കെ ആൾക്കാർ നല്ല രീതിക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഞായറാഴ്ച സമയം കൊണ്ട് എല്ലാവരും കയറി വരുന്നതാണ്. പിന്നെ അതുപോലെ ചൂടുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 25 രൂപ. പിന്നെ നമ്മുടെ കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ അതിനൊരു 10 രൂപ ചാർജ് ചെയ്ത് 35 രൂപയാണ് മേടിച്ചത്. പിന്നെ ഗൂഗിൾ പേ ഉണ്ട് ഇവിടെ. നിന്ന് എന്തോ റോഡ് പോകുന്നുണ്ട്. എങ്ങോട്ടുള്ള റോഡാണെന്ന് അറിയത്തില്ല. ഞാൻ വന്ന വഴി ഇതൊന്നുമല്ല. ഏതാ റോഡെന്ന് അറിയത്തില്ല. ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ റെസ്റ്റ് പോയിന്റ് ഉണ്ട്. അത് ഇതുപോലെ എന്താ പറയുക, ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ കപ്പിൾസ് പറയാൻ 2 ടീം നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചാൽ കുറച്ച് റെസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ 2 ടീം നിൽക്കണം. മേളിലേക്ക് ഒരു ടീം കയറുന്നുണ്ട്, ഫാമിലിയാണ് തോന്നുന്നു. അത് കാരണം കയറണമോ വേണ്ടിയോ എന്നുള്ള സന്ദേഹത്തിൽ നിൽക്കുകയാണ് കേസ്. സംഭവം ഇത്ര ഉള്ളു കേട്ടോ. കുറച്ച് ആൾക്കാർ. പിന്നെ അവിടെ എന്തൊരു അമ്പലം ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാതെ. അവിടെ ഒരു അമ്പലം ഉണ്ട്, പാട്ട് കേൾക്കുന്ന കേട്ടോ. ഇത് ഏത് റോഡാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഇവിടുന്ന് പരുന്തുംപാറയ്ക്ക് അങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അയ്യോ ഇതിൻ്റെ അകത്ത് മറ്റേ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഏതാണ്ട് കുറേ സാധനം ഞാൻ നോട്ട് ചെയ്ത് വെച്ചേ. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഗ്യാസായിപ്പോയി. എങ്ങോട്ട് പോകണം കൺഫ്യൂഷൻ. എന്തായാലും മേപ്പോട്ട് കയറണോ താപ്പോട്ട് ഇറങ്ങണോ എന്നാണ്. മേപ്പോട്ട് കയറാം. പിന്നെ നല്ല വെയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കുപ്പിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു 10 രൂപ മേടിക്കും.
എന്തായാലും നല്ല കാര്യം. പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല. അത് തിരിച്ചു കൊടുത്താൽ 10 രൂപ കിട്ടുകയും അതെന്തായാലും നല്ല കാര്യം. ഞാൻ പറയില്ല, അന്ന് കൊടികുത്തി മല അവിടെ പോയപ്പോഴും ഇതുപോലത്തെ ഒരു സെറ്റപ്പ് കണ്ടായിരുന്നു. ടിക്കറ്റ് 25 രൂപ ഒരാൾക്ക്. കൊള്ളാം, വലിയതൊന്നുമില്ല. വൺ ഡേ ട്രിപ്പ് ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് പോകാം. കയറി ഇതുപോലെ കുറച്ച് നേരം നടക്കണം, അത്രേ ഉള്ളൂ. അതിൽ വലിയ നടത്തൊന്നുമില്ല. എനിക്ക് തോന്നുന്നൊരു 3 കിലോമീറ്റർ വെച്ച് കാണിയാലായിരിക്കും, 2 കിലോമീറ്ററൊക്കെ മാക്സിമം, അത്രേ ഉള്ളൂ. അതായത് കൊള്ളാം. ഫുള്ള് കയറട്ടെ. അവിടെ ഇരിക്കാൻ വല്ല സ്പോട്ടുണ്ടോ നോക്കണം. നല്ല വെയിലുമുണ്ട്, അതാണ് വിഷയം. ഞാൻ അവിടെ ടീം ഫാമിലിയൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ക്യാമറ നല്ല പിടിച്ചിട്ട് ചെല്ലാനൊരു മൈൻഡില്ല. അയ്യോ ഇതെങ്ങോട്ടത് പുല്ല് വെട്ടുന്നു ഇവിടെ. അത് ഇവിടെ ഈ സമയത്ത് പുല്ല് വെട്ടുന്നു. ആറത് ഇവിടെ എന്തോ ജീപ്പൊക്കെ താഴെ കൂടെയൊക്കെ പോകുന്നു. അത്ര ഉള്ളു ഇവിടെ. ഞാൻ പ്രതീക്ഷ ഇല്ല. കുറച്ച് നടക്കുക, മലയുടെ മുകളിൽ വന്നിരിക്കുക. ഉച്ചപ്പേൻ്റെ വെയിലത്തൊന്നും വരാതെ നല്ല രാവിലെയൊക്കെ വന്നാൽ കുഴപ്പമുണ്ടാകില്ലെന്ന് തോന്നുന്നു. എന്നെപ്പോലെ ഉച്ചവെയിലടിക്കുമ്പോൾ ഇറങ്ങുന്ന ടീംസിന് പറ്റൂലായിരിക്കും. അയ്യോ ഇവിടത്തേക്ക് മാത്രമായിട്ട് വരാതെ വേറെ എവിടെയെങ്കിലും കൂടെ പോകാനായിട്ട് നോക്കി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ആ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നു പുള്ളിന്ന്. ഇതാണ് സംഭവം. ഇതിലെന്തോ ഐതിഹ്യമുണ്ട് ഈ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംഭവം മറ്റേ മഹാഭാരത കഥയൊക്കെ ആയിട്ട് എന്തൊക്കെ ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാനായിട്ട് വേണമെങ്കിൽ ഗൂഗിൾ അമ്മച്ചോട് ചോദിച്ചിട്ട് വേണം ഞാൻ പറഞ്ഞുതരാം. അത്ര ഉള്ളൂ. താഴെ എന്തോ മറ്റേ സിപ്ലൈൻ്റെ എന്തൊക്കെയുണ്ട്. അവിടെ ഒരു നേരത്തെ കാണിച്ച പോലത്തെ എന്തോ അവിടെ മറ്റെന്തോ പുല്ലിൻ്റെ ഒരു തിനപ്പുല്ലോ അങ്ങനെയല്ല, ഈ മണമുള്ള പുല്ല്, കൈമുറിയുന്ന പുല്ല്. പിന്നെയോ അങ്ങനെയാണ് സെറ്റപ്പാണിത്. അവിടെ ഇവിടെ പുല്ലോട് പുല്ല്. സമയം 11:03 നമുക്ക് ഇവിടെ നിന്ന് ഉച്ചക്കാലം വെയിലിന് മുമ്പ് അടുത്ത ഡെസ്റ്റിനേഷൻ വരും. ആരും സിപ്ലൈനിൽ പോകണ്ടല്ലോ. ആരും സിപ്ലൈനിൽ കൂടെ പോകണ്ടല്ലോ ഇവിടെ. സിപ്ലൈനിൽ കൂടെ ആരൊക്കെ പോകുന്നു? പോകുന്നു. അയ്യോ നല്ല ഉച്ചവെയിൽ ഉച്ചക്കടിക്കുമ്പോഴാണ് ചിലപ്പോഴായിട്ട് ഞാൻ ഇറങ്ങുമെന്ന് ചിലർ പറയുന്ന വെറുതെ ഇല്ല. സത്യം. അവിടെ അമ്പലം കേട്ടോ. അവിടെ എന്തൊരു അമ്പലം കൂടെ ഉണ്ടോ? നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം. അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. അവിടെ ആ ഫാമിലി ടീം പോയി. അങ്ങോട്ട് പോയാലും ഫാമിലി വേറെ കുടുംബം വിളിയില്ലായിരുന്നു, അവർ പോയി. മറ്റേ പ്രത്യേകം അതേ ഉള്ള സംഭവം. വലിയ ഗുമ്മൊന്നുമില്ല. ഞാൻ വീഡിയോ കണ്ടപ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ മേപ്പോട്ട് കയറി വല്ല കാണാനൊക്കെ ഉണ്ടാവുന്നില്ല. മറ്റേ കുരിശുമല പോലെ കുരിശൊക്കെ വെച്ചിരിക്കുന്നു. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുരിശുമലയിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ മറ്റേ സിപ്ലൈനിൽ ഇപ്പോൾ പോയി. അവിടെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, ലാൻഡായിട്ടുണ്ട് സിപ്ലൈനിൽ. സിപ്ലൈനൊക്കെ സൂമാണ് പോലും ഇല്ലല്ലോ. താഴെ ജീപ്പ് സെറ്റപ്പ്, ഓഫ് റോഡ്. എന്താണോ എന്തോ ഓഫ് റോഡ് ജീപ്പിൽ എന്തെങ്കിലും ഇവിടെ കാര്യം. ഇവിടെ ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ലല്ലോ. ദൂരത്തൊക്കെ കുറേ വിജനമായ മഴ. അയ്യോ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നു. ഒരു വെയിലത്ത് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നുണ്ട്. അപ്പുറത്തിരിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ആരും നിൽപ്പുണ്ട്. സോ ഇതിനെപ്പറ്റിയുള്ള ഐതിഹ്യം ഗൂഗിൾ അമ്മച്ചി എന്നോട് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. സോ ഇതിനെപ്പറ്റിയുള്ള ഐതിഹ്യം ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ മറ്റേ പാണ്ഡവരുടെ വനവാസക്കാലത്ത് അവരിവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. പാഞ്ചാലിയായിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തിന് പാഞ്ചാലിമേട് എന്നറിയപ്പെടുന്നു എന്നൊക്കെയാണ് അമ്മച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഭീമൻ്റെ കാൽപ്പാട് പതിഞ്ഞ ഗുഹ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ആ അമ്പലത്തിൽ ഭുവനേശ്വരി ക്ഷേത്രം, അതാണ് ഭുവനേശ്വരി ക്ഷേത്രം. അവിടെ ഒരു അമ്പലമുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് അമ്മച്ചി ഇവിടെ പറയുന്നത്. ഇതൊക്കെ സത്യമാണോ എന്തോന്ന് എനിക്കും അറിയത്തില്ല. ഇതാണ് ഐതിഹ്യം എന്നിതിൽ പറയുന്നത്. സോ അങ്ങനെയാണ് കഥകളും കാര്യങ്ങളും. എന്തായാലും ഈ പരിവയിലത്ത് ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ടൊന്നും കിട്ടാൻ പോയില്ല. അതുകൊണ്ട് 10 കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും പിന്നെ അവിടെയാണ് സിപ്പ് ലൈനിൻ്റെ തുടക്കം. എന്തോ അവിടെ ആയതോ വീട്ടിൽ ഇവിടെയാണ് സിപ്പ് ലൈൻ തുടങ്ങണം. എനിക്ക് മനസ്സിനകത്ത് ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഇവിടെ നിന്ന് തപ്പോട്ടാകട്ടെ. അമ്പലത്തിൽ കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ആ അമ്പലത്തിലേക്ക് പോകുന്നത് ഞാൻ വന്നുകൊണ്ട് പാട്ട് ഓഫ് ചെയ്ത് കളഞ്ഞു. അത് കൊള്ളാലോ. എത്ര മണിയായി? അമ്പലം അടച്ച് കൂട്ടിന്ന് വരുന്ന കാലം. അയ്യോ എന്തത് ഓഫറോടോ. അയ്യോ ഇവിടെ എങ്ങനെയാണ് ഇനി ഭീമൻ്റെ ഗുഹ ഉള്ളത്? എനിക്ക് അറിഞ്ഞൂടാ. ഗൂഗിളം വെച്ച് പറയുന്ന ചരിത്രം ഇതാണ്. അമ്പലം എനിക്ക് അങ്ങനെ അടച്ചെന്ന് തോന്നുന്നു. പാട്ട് നിർത്തി. ഇല്ല, വീണ്ടും പാട്ട്. പാട്ടിന് കോപ്പിറൈറ്റ് അടിച്ച് കിട്ടുകൊണ്ട് വന്നു കാറ്. ഇനി നടക്കാതിരുന്ന് നടക്കുമ്പോഴത്തേക്കും
ഒരു രക്ഷയില്ല. അയ്യോ, ആ പാദരക്ഷകൾ ഇവിടെ സൂക്ഷിക്കുക. സന്തോഷം. ശ്രീ അയ്യപ്പൻ അവിടെ പോകാൻ പറ്റുമോ? അയ്യോ, ഇവിടെയൊക്കെ പ്രതിഷ്ഠയാണ്. അയ്യോ, വേണ്ട അമ്പലം. അപ്പൊക്കെ കയറാൻ പറ്റുമെന്ന് പോലും അറിയില്ല ചെരുപ്പിട്ടുണ്ട്. വേണ്ട, റിസ്ക് എടുക്കണ്ട. അവിടെ എന്തോ ഉണ്ടല്ലോ. ശ്രീ ഭഗവാൻ. അയ്യോ, ഇവിടേക്ക് എന്താ പ്രതിഷ്ഠയാണല്ലോ. നാഗരാജാവ്, നാഗേഷി, ഭഗവാനി. എവിടെ എത്തിയത്? ഇവിടെയാണ് ഗുഹ ഉള്ളതെന്ന് പറഞ്ഞത്. ഭീമൻ്റെ കാല് പതിഞ്ഞ ഗുഹ. ഇവിടെ ഗുഹ. തെല്ലിക്കല്ലും അപ്പുറം തെല്ലിക്കല്ലാന്നോ കാണുന്നു. ദൈവമേ, ആർക്കറിയാം ഇത് എന്താണ് ഇങ്ങോട്ട് പോകണത്? കാടും വീടും ഒരു വഴി കിട്ടില്ലല്ലോ. കർത്താവേ, നടന്ന് മറ്റേ ഇത് നമ്മുടെ വാച്ചിൽ മെസ്സേജ് വന്നു 6 കിലോമീറ്റർ ചിലവർ വേണം ഇതിൻ്റെയൊക്കെ മെസ്സേജ് വരുന്നുണ്ടാകും. അയ്യോ, ഞാനീ നടക്കാതാകുന്നതുകൊണ്ടാണ് ചതയ്ക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എപ്പോഴും ബൈക്കിൽ ഇരുന്ന് കൊടുക്ക് പോവുക, പോവുക. നടപ്പ് പരിപാടി ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് കിളപ്പ് വരുന്നത്. അല്ലാത്തവർക്ക് എനിക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായാലേ. സുഖമായിട്ടൊക്കെ ഒരു 3 കിലോമീറ്ററൊക്കെ നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഒരു 10 കിലോമീറ്റർ ഒന്നുമില്ല. 3 ഇല്ലെന്ന് തോന്നുന്നു. ഏറ്റവും അറൗണ്ട് ഒരു 2 കിലോമീറ്റർ മറ്റൊക്കെ കാണും. പിന്നെ പോയത് കയറ്റവർക്കാണ്, മലയാണ്, കുന്നാണ്. ഇവിടെ ഒരു കാൽപ്പാട് കിടപ്പുണ്ട്. ഇനി ഇതെങ്ങനെയാണോ ഭീമൻ ചവിട്ടി കാൽപ്പാട്? അവിടെ വളരെ വലിയ വലിയ കാൽപ്പാട് കിടപ്പുണ്ട്. എൻ്റെ അത്ര ഉള്ള ഭീമൻ്റെ കാൽപ്പാട്. ഇവിടെയൊക്കെ ഭയങ്കര വലിയ കാൽപ്പാട് കിടപ്പുണ്ട്. ഇതാണോ ഭീമൻ ചവിട്ടിയത്? ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലല്ലേ. അതായത് നമുക്ക് പരുന്തുംപാറ പോയി നോക്കാം. അവിടെ എന്താണ് അവസ്ഥ എന്നറിയാം. കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്ത് അതുകൊണ്ട് പോകുന്നു. ഞാൻ റീൽസ് കണ്ടിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ പോയി കൊള്ളാമെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു അവർ രാവിലെ പോയത്. അവിടെ അവരിവിടെ 6 മണിക്ക് കണ്ട് എത്തി. ആ രീതിക്ക് വരുന്ന രീതിക്കാണ് വന്നത്. പക്ഷേ ഞാൻ വന്നപ്പോൾ 11 കാലമായി. അതിന് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ 7:45 ആ സമയത്ത് ഇറങ്ങിയത്. അന്നേരം നല്ല തണുപ്പുണ്ടായിരുന്നു. 8-9 മണി വരെ നല്ല തണുപ്പുണ്ടായിരുന്നു. വണ്ടി ഓടിച്ചിട്ട് കൈകളൊന്നും നടക്കുമായിരുന്നു. ആ രീതി തണുപ്പ്. ഇവിടെയൊക്കെ എന്തോ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെയാണ്. തെയ്യമേ, ഞാൻ പറഞ്ഞൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവരെ പണിയും കിട്ടും. ഇതാണ് എൻട്രൻസ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് വണ്ടി പാർക്കുന്നത്. ഇവിടെ കടകളൊക്കെ ഉണ്ട്. ഇതാണ് എൻട്രൻസ്. ഇവിടെ എന്താ കാർ? നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. പരുന്തുംപാറ. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ പാഞ്ചാലി മേടന്ന് ഇറങ്ങി ഇവിടെ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം കണ്ട് വന്ന് നിന്നതാണ്. ഇതാണ് ആ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. ഇപ്പോൾ വെള്ളമില്ല, ഒന്നും ഇല്ലാത്തൊരു ചെറിയ വെള്ളമൊഴുക്ക് മാത്രമായിട്ടൊരു വെള്ളച്ചാട്ടം. പിന്നെ ഇവിടെയാണ് മറ്റേ ചാർലി സിനിമയുടെ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത്. അതായത് അവർ ദുൽഖറും മറ്റേ എന്താണ് ട്രാവലറിൽ വന്നിറങ്ങും. മറ്റേ ടോവിനോ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, മറ്റേ ഈ വെള്ളം കുടിക്കാമെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് തന്നെ വെള്ളമല്ല, ധൈര്യമായിട്ട് കുടിക്കാമെന്ന് പറഞ്ഞാൽ ആ സീൻ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലത്താണ്. പിന്നെ അത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മുളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് പരുന്തുംപാറ 1.5 15.5 അങ്ങാണ്ടുണ്ട്. ആ 15.5 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ അയ്യപ്പന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ അയ്യപ്പന്മാരുണ്ട്. കാര്യം ഇത് മറ്റേ കുമളി, പീരുമേട് അങ്ങനെയൊക്കെ പോകുന്ന റൂട്ടാണിത്. ഇവിടെ വച്ചിരിക്കുന്ന ബോർഡും അതൊക്കെ തന്നെ എന്തോ ട്രാവൻകൂർ പാലസ്, പിന്നെ ടീ എസ്റ്റേറ്റ് എന്തൊക്കെയോ ഉണ്ട് കാര്യമായിട്ട്. നമുക്കെന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാം. ഈ വന്ന വഴിക്ക് കുറേ അയ്യപ്പന്മാരൊക്കെ ഉണ്ട്. ഈ പോകുന്ന വഴിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഫ്രണ്ടേ പോകുന്നതൊക്കെ അയ്യപ്പന്മാരുടെ വണ്ടിയാണ്. തമിഴന്മാരും മറ്റേ കർണാടക എന്ന് പറഞ്ഞ ടീമിൻ്റെയൊക്കെ വണ്ടിയാണ് ഈ ഫ്രണ്ടേ പോകുന്നത്. നമ്മളപ്പോൾ അവിടുന്ന് കയറി ഈ പീരുമേട് ആ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു പീരുമേടുക്ക്. പിന്നെ ഇപ്പോൾ ഏകദേശം 11 മണിയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കുമളിക്ക് പോകുന്ന റൂട്ട്. കുമളിയും കൂടെ ഒന്ന് പോകുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ കുമളിയും കൂടെ ഒന്ന് കയറിക്കിറങ്ങി തിരിഞ്ഞ് വരാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ ടൈം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇന്നത്തെ തിരക്ക് നല്ല തിരക്കുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ട് നല്ല തിരക്കുണ്ട്. ഒന്നാമത് അയ്യപ്പന്മാരുടെ വണ്ടി മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. അയ്യപ്പന്മാരുടെ വണ്ടി, KSRTC, കുമളി ബസ്സൊക്കെ ചൊറ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം
കുമളി പോകാൻ പറ്റുവാണെങ്കിൽ പോകാം. ആ ഫ്രണ്ട് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ കുമളിയാന്ന് തോന്നുന്നു. അത് തന്നെ കുമളിയാണ് ആ പോകുന്ന കുമളി ബസ്സാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പരുന്തുംപാറയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇതാണ് പരുന്തുംപാറയെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് പരുന്തുംപാറ പോലെ തോന്നില്ല, ഒരുമാതിരി മരുഭൂമി പോലെ ഇരിക്കുന്നു. നമുക്കെന്തായാലും ഇവിടെ എവിടെയെങ്കിലും ചവിട്ടിയൊക്കെ ഉള്ളതെന്നുണ്ട്. ഇതാണ് പരുന്തുംപാറയെന്ന് തോന്നുന്നു കേട്ടോ. വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ കണ്ടൊക്കെയാണ് മറ്റേ കണ്ടിട്ടുള്ളത്. നമുക്കെന്തായാലും അവിടെ ഒന്ന് ചവിട്ടിയിട്ട് എന്താ സ്ഥിതി നോക്കി. ഇവിടെ ഇനി 300 കിലോമീറ്റർ ഇവിടെ ഇത് ഊളമച്ചി കാണിക്കുന്ന 300 കിലോമീറ്ററാണ്. പക്ഷെ ആൾക്കാരൊക്കെ കണ്ടോ ഇവിടെയാണ് നടക്കുന്നത്. അങ്ങോട്ടൊരു എന്തൊക്കെ നടന്നു പോകുന്ന വഴിയൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ട ഇവിടെയാണ് ആൾക്കാർ നിൽക്കുന്നത്. അമ്മച്ചി പറയുന്നത് ഇനി 300 കിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് നിർത്തിയിട്ട് നോക്കാം എന്താ സ്ഥിതിന്ന്. ഗൈസ് അങ്ങനെ ഈ പരുന്തുംപാറ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ കാണിക്കുന്നുണ്ട്. പരുന്തുംപാറ ഇവിടെയൊക്കെ കുറച്ച് വ്യൂ പോയിൻറ്റ് കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ സെറ്റപ്പാണ്. അവിടെ എന്തോ വ്യൂ പോയിൻ്റ് ഉണ്ട്, ഉണ്ട് അങ്ങോട്ട് നടക്കാനുള്ള സ്ഥലമുണ്ട്. അത്രയേ ഉള്ളൂ തോന്നുന്നു പരുന്തുംപാറ. ഇവിടെയൊക്കെ കുറേ കുന്ന് മല ഇവിടെയൊക്കെ ആരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ എന്തോ വ്യൂ പോയിൻ്റ് സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. അവിടെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. അമ്മച്ചി പറയുന്നത് ഇത്തിരി മുന്നോട്ട് പോകാനാണ് പരുന്തുംപാറ. ഇവിടെ ഒന്ന് ചവിട്ടിയെന്നേ ഉള്ളൂ, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി. ഇതാണ് ഇപ്പോഴത്തുള്ള വ്യൂ പോയിൻ്റ്. ആണ് എന്താണെന്നില്ല, അവിടെ ആൾക്കാരുണ്ട്. ഇവിടെ റിസോർട്ടുണ്ട്. ഇവിടെ എന്തൊരു വട്ടക്കുന്ന് മറ്റേ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ ഒരു പാസ് ഉണ്ട്. കാറിന് ജീപ്പിനൊക്കെ എന്തോ 70 രൂപ, അല്ല ട്രാവലറിന് 70, കാറിന് ജീപ്പിന് 60, അങ്ങനെ പറഞ്ഞാൽ ബൈക്ക് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ കയറി പൊക്കോളം പറഞ്ഞു. ഇവിടെ എന്തോ റിസോർട്ടുണ്ട്. അവിടെ എന്തോ ഒരു വ്യൂ പോയിൻ്റ് സെറ്റപ്പ്. വ്യൂ പോയിൻ്റ് എന്തെങ്കിലും നടക്കുന്ന ആൾക്കാർ അത്ര ഉള്ളൂ തോന്നുന്നു. ഇനി 300 മീറ്റർ കൂടെ കാണിക്കുന്നുണ്ട് ഫ്രണ്ടോട്ട്, അതായത് അങ്ങോട്ട്. ഇനി അവിടെ വല്ല ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതിൻ്റെ അപ്പുറത്ത് എന്തോ മഞ്ഞുമലി അത് കണ്ടെന്ന് കേട്ടു. അതുകൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും പാഞ്ചാലി വീടും പരുന്തുംപാറ ഇങ്ങനെയായി തീർന്നു. പക്ഷേ പലരും വീടിട്ടിരിക്കുന്ന കണ്ടതിൽ വേറെ എന്തൊക്കെ തോന്നുന്നു. ഇതുപോലത്തെ സ്ഥലം കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് കണ്ടുപരിചയമുള്ള പോലെ. പരുന്തുംപാറ ഞാൻ വന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ചേട്ടാ ഓർമ്മ കിട്ടില്ല. നല്ല വെയിൽ. സമയം പോയി 12:20. ആട്ടെ എൻ്റെ വണ്ടി അവിടെ ഉച്ചപ്രാണ്ട് വെയിൽ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്നു പാവം. എന്നാലും ഫ്രണ്ടോട്ട് പോയി നോക്കാം എന്തോ ആണോ. അതിൻ്റെയൊക്കെ മേളിൽ കൂടെ ആൾക്കാരൊക്കെ നടക്കുന്നില്ല. നല്ല കാറ്റുണ്ട്. അതുപോലെ വെയിൽ നല്ല വെയിലാണ്. ഈ 12:23 നല്ല വെയിൽ എനിക്കിപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല കാറ്റുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഫീലേ ചെയ്യുന്നില്ല വെയിൽ. അവിടെ നിന്നപ്പോൾ നല്ല ചൂട് അനുഭവമുണ്ടായിരുന്നു. ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നാമത് ഇതുപോലത്തെ മറ്റേ സാധനം എന്താണ് മറ്റേ ഫുഡി എന്ന് പറഞ്ഞാൽ തണുപ്പത്തിരുന്ന ഫുഡിയായത്. ഈ പണ്ടാര വിട്ടുണ്ടാകും പാചക പേര് കയറിയിട്ട് എനിക്ക് പൊള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൂടിൽ. ഇത് വിട്ടുണ്ട് അവിടെ വന്നപ്പോൾ നല്ല ചൂട് വെയിലായ കാരണം പൊള്ളുമായിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് ആ ചൂട് കിട്ടുന്നില്ല, വെയിലും ഇല്ല, നല്ല കാറ്റ്. ചിലപ്പോൾ ഞാൻ പറയാനും കേൾക്കാൻ പറ്റും. എനിക്ക് കാറ്റടിക്കുന്നതാണ്. നല്ല ചൂടുണ്ട്. എന്താ എല്ലാവരും നോക്കിയിട്ടൊക്കെ പോകണം. നമ്മുടെ മൊത്തം ജീപ്പ് സെറ്റപ്പ് ആണ്. ഓഫ് റോഡ് സെറ്റപ്പ് ആയിരിക്കും. അവിടുത്തെ ടീം അവിടെ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ അങ്ങോട്ട് പോകാൻ ആദ്യം വിചാരിച്ചു അവിടെ വണ്ടി നിർത്തി. പക്ഷേ അവിടെ ഇത്രയൊക്കെ ഉള്ളതെന്ന് കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എന്താ പിള്ളേരൊക്കെയാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ എന്ന് ആലോചിക്കുക. അവരെന്തായാലും ഇറങ്ങാൻ അങ്ങോട്ട് പോകും. പിള്ളേർ വന്ന് ബസ്സാണ്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നു. അയ്യോ സ്കൂൾ പിള്ളേരാണെന്ന് തോന്നുന്നു. സ്കൂൾ ടീച്ചറാണ് വിളിക്കുന്നുണ്ട്. പിള്ളേർ തെറ്റാ. നല്ല ബഹളം. ഞാൻ അതാ വിൻ്റെ വീഡിയോ പോസ് ചെയ്തിട്ടേക്കരുത്. എന്താ പശുവിനെ കിട്ടിയിട്ടുണ്ടല്ലോ. എവിടെ പരുന്തുംപാറ. ഇതിൽ എന്താണ് പരുന്തുംപാറ? ഞാൻ റീൽസിലൊക്കെ കണ്ട് അത് വെച്ചിങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഓക്കെ കുറച്ച് നേരം ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കാനാണ് ഓക്കെ. അതിന് നല്ല കാറ്റുണ്ട്, അതിന് മാത്രം കുഴപ്പമില്ല. ഇവിടെ എന്തത് ഹൈ പുൽമൈതാനി, ഒറ്റപ്പെട്ട് കിടക്കുന്ന പുൽമൈതാനി. ഞാൻ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു അത്ര. കമ്പൗണ്ട് ഒരു റിസോർട്ടില്ല, ഹോട്ടലത്, സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റപ്പ്. അതവിടെയാണ് ആൾക്കാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂം ചെയ്താൽ കാണത്തില്ല, അത് വേറൊരു കാര്യം. കള്ളിച്ചിട്ട് അവർ ഫോട്ടോ എടുക്കാൻ വന്നാന്ന് തോന്നുന്നു. അവരുടെ ശല്യം അത്. ആ പിള്ളേർ അങ്ങോട്ട് പോവുക. അവിടെ കുറേ കടകളും കാര്യങ്ങളുണ്ട്. ഇത്ര ഉള്ളൂ. 300 മീറ്ററോടെ അമ്മച്ചി പറയുന്നുണ്ടല്ലോ ഫ്രണ്ടോട്ട്. അത് കാട്ടിലേക്ക്. അയ്യോ ഇവിടെയൊക്കെ ഉണക്കം പില്ല്, അവിടെയൊക്കെ നല്ല പച്ച തേയിലത്തോട്ടം. അത് കൊള്ളാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഒരുമാതിരി ഒരു
തീപ്പൊരി വീണ കത്തിപ്പിടിക്കാവുന്ന സ്ഥലം. മാർവലസ്, വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. കൊള്ള വരുവാണ് ഇവിടെയൊക്കെ. എനിക്ക് തോന്നുന്നത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് എത്തുന്ന രീതിക്കൊക്കെ എത്തുവാണ് നല്ലത്. വൈകിട്ട് എത്തുവാണെങ്കിൽ സ്റ്റേ അടിക്കേണ്ടി വരും. ചിലപ്പോൾ കോട ഇറങ്ങുമായിരിക്കും മിക്കവാറും. എനിക്ക് അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് കോട ഇറങ്ങുന്ന സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എന്തായാലും നമുക്ക് ഈ മഞ്ഞുമലയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അതിന് എന്ത് തേങ്ങയാണെന്ന് കൂടെ കണ്ടിട്ട് വരട്ടെ. ഞാൻ വെറുതെ ഗൂഗിളിൽ നോക്കി വെറുതെ ഒരു പ്ലാൻ ഇട്ട് പെട്ടെന്ന് ഇറങ്ങിയൊരു സാധനമാണ്. ഐ മീൻ പ്ലാൻ ചെയ്ത് വെച്ചൊരു സാധനം. ഇതിനകത്ത് ഈ കാണുന്ന സ്ഥലമൊക്കെ പരുന്തുംപാറയൊക്കെ പിന്നെ എല്ലാവരും പോകുന്നു. പാഞ്ചാലിമേട് കേട്ടിട്ടുണ്ട്, വീഡിയോ ഒക്കെ കുറേ കണ്ടിട്ടുണ്ട്. അത് വെച്ചിങ്ങനെ ഇറങ്ങുന്നത്. ഇനി വേറെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയതും ഒരു ദിവസത്തെ പ്ലാനിങ്ങിലായിരുന്നു സെറ്റ് ചെയ്തത് സംഭവം. ഒന്ന് ആമലക്കണ്ടം പറയാം, മറ്റേ നമ്മളെ മാങ്കുളം അങ്ങനെ, ഒന്ന് പരുന്തുംപാറ പാഞ്ചാലിമേട് അങ്ങനെ. കുറച്ച് നേരം ഒരു പാട്ടൊക്കെ ഇട്ട് കണ്ടിട്ട് ഇരുന്നിട്ട് പോവാം. 12:28 ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ മഞ്ഞുമലയും കൂടെ കണ്ടിട്ട് നേരെ റൂമിലേക്ക് തിരിച്ചു പോകണമായിരിക്കും നല്ലത്. അയ്യോ അയ്യോ അയ്യോ, എന്താ വിജയനകയിൽ പാതി വഴി തീരെ സൂപ്പർ. അവിടെ ഇരിക്കണമെന്നുണ്ട്. പക്ഷെ നട്ടുച്ച വെയിലത്ത് ഇവിടെ കുത്തിയിരുന്നെങ്കിൽ നാട്ടുകാർ കുറവ് വിളിക്കും. ഇതിന് ഏതായി ഭ്രാന്താന്ന് വിചാരിക്കും. എന്തായാലും കുറച്ച് നേരം ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും മഞ്ഞുമല എന്താണെന്ന് കണ്ടിട്ട് വരും. അത് അടുത്ത ബൈ ഇപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയോടെ അപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. ഞാൻ പോകുന്ന റൂട്ട് നമ്മുടെ ഈ മുണ്ടക്കയം ചെന്ന് അങ്ങനെ തൊടുപുഴയ്ക്ക് പോകാനാണ് വിചാരിച്ചത്. 86 കിലോമീറ്റർ കഴിക്കുന്നു. ഇവിടുത്തെ ചായക്കട ചേട്ടനൊരു റൂട്ട് പറഞ്ഞത്, അതായത് ഇവിടുന്ന് വാഗമൺ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു 80 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ എന്ന്. ഇത് കണ്ട, ഞാനത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ എനിക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടുന്ന റൂട്ട് ഇതാണ്. ഇത് കണ്ട, ഇത് 88 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതല്ലാതെ ഈരാറ്റുപേട്ട നിന്നിട്ടാണെങ്കിൽ 86, വാഗമൺ വഴിയാണെങ്കിൽ 81 കിലോമീറ്റർ. 81 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഈ പുള്ളിക്കാരും ഇവിടുത്തെ കടക്കാരും പറഞ്ഞു തന്നാൽ എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും ഒന്ന് വാഗമൺ കൂടെ കറങ്ങി അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. 2 മണിക്കൂർ 81 കിലോമീറ്റർ 3:41 ആകുമ്പോൾ ഞാൻ റൂമിൽ ചെല്ലുമെന്നാണ് അമ്മച്ചി പറയുന്നത്. ഈ അമ്മച്ചി വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുവാണെങ്കിൽ റൂട്ട് കൂട്ടിത്തരുക. ഞാൻ വന്ന റൂട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ 86 കിലോമീറ്റർ, അതല്ല വാഗമൺ വഴി പോവുകയാണെങ്കിൽ 80 കിലോമീറ്റർ. 6 കിലോമീറ്ററിൻ്റെ വ്യത്യാസം. എൻ്റെ ദൈവമേ, ഗൂഗിൾ അമ്മച്ചി ഒരു കില്ലാടി തന്നെ. അപ്പോൾ എന്തായാലും ഒന്ന് വാഗമൺ കൂടെ കറങ്ങി നമുക്ക് നേരെ റൂം തിരിച്ചു പിടിക്കാം. നമ്മളപ്പോൾ പരുന്തുംപാറയിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ ഏലപ്പാറ റൂട്ട്, അതായത് ഏലപ്പാറ വാഗമൺ റൂട്ടിലേക്ക് കയറിക്കുകയാണ്. ഇത് ഏലപ്പാറയ്ക്ക് വരുന്ന റൂട്ടാണ്. ഏലപ്പാറ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏലപ്പാറ ആ ഒരു എസ്റ്റേറ്റ് റൂട്ടുകൾ തന്നെയാണ്. നമ്മൾ മഞ്ഞുമല പോകാമെന്ന് വിചാരിച്ചാണ്. മഞ്ഞുമലയും മാങ്ങാമലയൊന്നും ഇല്ല, അത് വെറുതെയാണ്. എന്നെ ഗൂഗിൾ അമ്മച്ചി കൊണ്ടുവന്ന് നിർത്തിയൊരു താഴത്തേക്കൊരു വഴി കാണിച്ചു. അവിടെ താഴത്തേക്കൊന്നും വഴിയില്ല, എന്തോ ഒരു എസ്റ്റേറ്റിലേക്ക് പോകുന്നൊരു വഴി മാത്രമായിട്ടാണ് കണ്ടത്. അത് കാരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടു. ആ പുള്ളി നമ്മുടെ കടക്കാരൻ ചേട്ടൻ പറഞ്ഞ ആ റൂട്ട് നോക്കി ഏലപ്പാറ അങ്ങനെ വാഗമൺ കൂടെ കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നേരെ ഈ ഏലപ്പാറ റൂട്ടിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. നമ്മൾ മറ്റേ വാഗമൺ കുട്ടിക്കാനം, ഐ മീൻ ഏലപ്പാറ ആ റൂട്ട് കയറുമ്പോൾ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടാണ്. ഇത് വാഗമൺ പോകുന്ന റൂട്ട്, ഇത് കുട്ടിക്കാനം എന്ന റൂട്ട്. ഇത് കണ്ടോ, അവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ചവിട്ടണുണ്ട്. ഞാൻ നോക്കിയതാ, അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഞാൻ എന്തത് എൻ്റെ മോനെ, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഈ റോഡ് തന്നെയാണോ? ഈ റോഡ് അത് തന്നെ. എൻ്റെ ഫ്രണ്ടേ പോയവരതാ പോകുന്നത്. ആ കാറിൻ്റെ ബാക്കിൽ പോകുന്ന ബൈക്കും ആ കപ്പിൾസ് എൻ്റെ ഫ്രണ്ടേ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഈ റോഡ് ചെന്ന് തീരണം അവിടെ കണ്ട്, അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ വരുന്ന റോഡാണ്. ഈ എൻ്റെ മോനെ എന്തത്, നല്ല വെയിലുണ്ട്. സമയം എത്രയേ? സമയം 1:46 വെയിലുണ്ട്. പക്ഷെ ആ വെയിലിങ്ങനെ അറിയുന്നില്ല. ഇങ്ങോട്ട് വണ്ടി പിടിച്ച് വരുമ്പോൾ നല്ല തണുപ്പുണ്ട്. കോടയൊന്നുമില്ല, പക്ഷെ നല്ല കാറ്റും തണുപ്പുണ്ട്. എന്താ മോനെ, വണ്ടി ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ ഈ ഫോണിൻ്റെ ഇതിൻ്റെ ചാർജ് ഏതാണ്ട് തീരാറായെന്ന് തോന്നുന്നു. മാപ്പ് ഇട്ടിരിക്കുന്ന ഇതില്ല, ഇത് ഇപ്പോൾ ഇടിയുമ്പോഴേക്കും തീരും തോന്നുന്നു. ഞാൻ കുറച്ച് വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ച, പക്ഷേ ഇതിൻ്റെ ചാർജ് ഇപ്പോൾ തീരാറായി. എവിടെയെങ്കിലും ഒന്ന് കുത്തിയിടണം. ഇത് മറ്റേ സാംസങ് എടുത്താണ് ഇപ്പോൾ അടുത്ത പ്രയോജനം ഇറങ്ങിയിരിക്കുന്നത്. കൊള്ളാം, പൊളിച്ചാതിനും. ഇതിങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ട്, പക്ഷേ ഫോണിൻ്റെ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം നേരം ഇങ്ങനെ നിൽക്കാതെ പോകുന്നത്. എവിടെയെങ്കിലും ഒന്ന് കുത്തിയിട്ടിരുന്നെങ്കിൽ കുറച്ച് നേരം എവിടെയെങ്കിലും ഒക്കെ നിന്ന് ഇങ്ങനെ കണ്ടു പോകണമെന്നുണ്ട് എനിക്ക്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എന്തായാലും ഞാൻ കുറച്ച് നേരം ഇതൊന്ന് കണ്ടുകൊണ്ടിരിക്കട്ടെ. ഉച്ചയ്ക്ക് വെയിലടിക്കുമ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എണീറ്റ് പോകും. അവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ട്. കൊള്ളാം, നൈസ് ബിസിനസ് മൈൻഡ്. ഈ ഉച്ചഭ്രാന്ത മീനത്ത് വന്ന് ഐസ്ക്രീം ആയാലും കയറ്റുമല്ലോ. ബസ്സൊക്കെ വരുന്നുണ്ടല്ലോ, കുമ്മളിക്കുള്ള ബസ്സാന്ന് തോന്നുന്നു. കൊള്ളാം സെറ്റപ്പ്. ഞാൻ എന്തായാലും കുറച്ച് നേരം കൂടെ ഇവിടെ നിന്ന് ഇരിക്കട്ടെ.
ഫൈനലി നമ്മൾ വാഗമൺ എത്തിയിരിക്കുകയാണ്. വാഗമണ്ണ് മറ്റേ ആ സിംഹത്തിൻ്റെ സ്ഥലം, സിംഹമാണോ പുലിയാണോ ഏതാണ്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സാധനത്തിൻ്റെ അതാണ് ആ സ്ഥലം. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കറങ്ങി നമ്മൾ ഇവിടെ വന്ന് ഇത് തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴി ഇത് നമ്മുടെ ഇങ്ങോട്ട് വരുന്നത്, അതായത് തൊടുപുഴ കോട്ടയം താഴത്തോട്ടൊക്കെ ഇറങ്ങി വരുന്ന ഇരട്ടിവട്ടം വരുന്ന റൂട്ടാണിത്. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളെ പരിപാടിയൊക്കെ തീർന്നു. ഞാൻ പിന്നെ ഇടയ്ക്കത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ചാർജ് തീർന്നു. ഇപ്പോൾ 7% നിൽക്കുക. അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ എന്താണെന്ന് വെച്ചാൽ ലെങ്ത്ത് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇത്രയും നമ്മൾ ഓടി വന്നപ്പോഴത്തേക്കും അതിനിടയ്ക്ക് വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോൾ നല്ല രീതിയിൽ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. ഇപ്പോഴും ലെങ്ത്തും ഉണ്ട്. ഇനി ഇതിൽ കൂടുതൽ കട്ട് ചെയ്യാനും പറ്റാത്തതുകൊണ്ട് ഇത് വെച്ച് നമ്മുടെ വ്ലോഗ് അങ്ങോട്ട് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യം. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് മാക്സിമം കുറയ്ക്കാനാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോണിൻ്റെ ശതമാനം നോക്ക് കേട്ടാ, 8% കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 8% കത്തി ഇപ്പോൾ ഞാൻ മാപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. എനിക്ക് ഇനി 44 കിലോമീറ്റർ പറ്റങ്ങാണ്ട് ഇവിടുന്ന് കാണിക്കുന്നുണ്ട് വാഗമണ്ണിൽ നിന്ന് തൊടുപുഴയ്ക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചിനി റൂമിലേക്ക് പോകാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഒരു കോടയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 2:36 ആയിട്ടുണ്ട്. ഇവിടെ വാഗമൺ എപ്പോൾ വന്നാലും ഒരു കോട കിട്ടുന്ന കാരണം ഞാൻ കോട കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വിട്ട് പോകുന്നത്. പക്ഷേ കോട ഇല്ലായിരുന്നു. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫോൺ താഴെ വെച്ചിരിക്കുന്നു. ഒന്നാമത് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ താഴത്തോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ലോഗും കാര്യങ്ങളും. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ റൂമിൽ പോകുന്നത് കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഇത്ര നേരം ആ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തലയ്ക്ക് പ്രാന്ത് പിടിക്കാനുണ്ട്. ഒരു ചായ കൂടെ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്നാലും ഇത്രയുള്ള വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.